പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. വണ്ടൂർ നടുവത്ത് സ്വദേശിയായ ലോട്ടറി തൊഴിലാളി പാണ്ടിക്കാട് കക്കുളത്ത് വെച്ച് തട്ടിപ്പിനിരയായി. ഹൃദ്രോഗി കൂടിയായ വാഴക്കാട്ടിൽ സോമസുന്ദരൻ എന്ന ലോട്ടറി തൊഴിലാളിയാണ് വഞ്ചിക്കപ്പെട്ടത്. സമ്മാനാർഹമായ ടിക്കറ്റ് മാറി നൽകാമെന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറിൽ തിരുത്തൽ വരുത്തിയ വ്യാജ ടിക്കറ്റുകൾ നൽകി ഇദ്ദേഹത്തിൽ നിന്നും 7000 രൂപയാണ് തട്ടിയെടുത്തത്. കക്കുളത്ത് ലോട്ടറി വിൽപ്പന നടത്തി വരികയായിരുന്ന സോമസുന്ദരത്തെ 45ഓളം വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ സമീപിക്കുകയായിരുന്നു. തന്റെ കൈവശം കഴിഞ്ഞ 8-ാം തീയതി നറുക്കെടുത്ത ധനലക്ഷ്മി ലോട്ടറിയുടെ സമ്മാനാർഹമായ ടിക്കറ്റ് ഉണ്ടെന്നും അത് മാറി നൽകാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമ്പറുകളിൽ തിരുത്തൽ വരുത്തിയ വ്യാജ ടിക്കറ്റുകളാണ് തട്ടിപ്പുകാരൻ സോമസുന്ദറിന് നൽകിയത്. 1000 രൂപ സമ്മാനം ലഭിച്ച 7 ടിക്കറ്റുകൾ നൽകിയ ഇയാൾ പകരം സോമസുന്ദരന്റെ കൈവശമുണ്ടായിരുന്ന 4000 രൂപയുടെ പുതിയ ലോട്ടറി ടിക്കറ്റുകളും 3000 രൂപ പണവുമായി ആകെ 7000 രൂപ കൈക്കലാക്കി കടന്നുകളയുകയായിരുന്നു. പലിശയ്ക്കും വായ്പയ്ക്കും പണമെടുത്ത് ലോട്ടറി കച്ചവടം നടത്തുന്ന തങ്ങളെ പോലെയുള്ള പാവപ്പെട്ട തൊഴിലാളികളെ ഇത്തരക്കാർ വഞ്ചിക്കുന്നത് വലിയ ദുരിതമാണ് സമ്മാനിക്കുന്നതെന്ന് സോമസുന്ദരൻ പറയുന്നു. ലോട്ടറി നടന്നു വെക്കുമ്പോൾ ഒരു 10-45-50 വയസ്സുള്ള ഒരാൾ വന്നിട്ട്, ഞാൻ പാണ്ടിക്കാട് കക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നടന്നു വെക്കുന്ന ആളാണ്. അപ്പോൾ ഒരാൾ വന്ന് 1000 പ്രൈസ് നിങ്ങളടുത്ത് മാറ്റാനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എത്ര ടിക്കറ്റ് ഉണ്ട് കയ്യിൽ? അപ്പോൾ എൻ്റെ അടുത്ത് 4000 റുപ്യൻ്റെ ടിക്കറ്റും 3000 റുപ്യ പൈസയായിട്ട് അയാൾ കഴിഞ്ഞ 8-ാം തീയതി നറുക്കെടുത്ത ധനലക്ഷ്മി ലോട്ടറിയിലെ 1783 എന്നുള്ള നമ്പർ 88 നമ്പർ 83 ആക്കി തിരിച്ചിട്ട് അത് കമ്പ്യൂട്ടറിൽ മാറ്റിയതെന്നാണ് പറയുന്നത്. ആ നമ്പർ അങ്ങനെ 7 ടിക്കറ്റിൻ്റെ അടുത്ത് തന്ന് എൻ്റെ അടുത്തുണ്ടായിരുന്ന ടിക്കറ്റ് 4000 റുപ്യൻ്റെ ടിക്കറ്റ് 3000 റുപ്യ ക്യാഷും വാങ്ങി അയാൾ എന്നെ 7000 റുപ്യ പറ്റിച്ച് കടന്നു കളഞ്ഞു. അപ്പോൾ ഞാനിത് പറയുന്നത്, ഇന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ഈ ലോട്ടറിക്കാരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ടിക്കറ്റ് ബാക്കിയായിട്ടും കടക്കണിയിലും കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. ഇന്ന് ഇങ്ങനത്തെ ആളുകളെ ഞങ്ങളെ പറ്റിച്ചാൽ ഞങ്ങൾക്കതിന് വേറെ മാർഗമൊന്നുമില്ല. അപ്പോൾ ഇന്ന് കൊടുക്കേണ്ട ടിക്കറ്റിൻ്റെ പൈസ എനിക്ക് നഷ്ടമാണ്. വഴിയോരത്തു കൂടെ നടന്നു പോകുന്ന ആളുകൾ ഒരു 500 രൂപേൻ്റെ മേലെ പ്രൈസ് മാറ്റാൻ തരുമ്പോൾ ഒരിക്കലും നിങ്ങളത് കൈപ്പറ്റരുത്. 500ൻ്റെ മുകളിൽ ടിക്കറ്റ് തരികയാണെങ്കിൽ പൈസ ഇല്ലാതെ തന്നെ പറഞ്ഞ പോലെ ഒഴിവാക്കുക. അത് നമ്മളെപ്പോലത്തെ പാവങ്ങളെ വഞ്ചിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളാണ് ഈ സമൂഹത്തിലുള്ളത്. ഇതിന് സർക്കാരിനോ ഇന്ന് നഷ്ടപ്പെട്ട സർക്കാരോ അല്ലെങ്കിൽ വേറെ ആരും ഞങ്ങൾക്ക് തരാമല്ല. ഞങ്ങൾക്ക് ലോണോ ഒന്നും കിട്ടാൻ പോകല്ല. വട്ടിക്കും പലിശക്കുമായിട്ടാണ് ഞങ്ങൾ ഇതിട്ട് നടക്കുന്നത്. ലോട്ടറി വിറ്റ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധാരണക്കാരായ തൊഴിലാളികൾ ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും ഇത്തരം പ്രവണതകൾക്കെതിരെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ഉണ്ടാകണമെന്നുമാണ് പ്രാദേശിക ലോട്ടറി തൊഴിലാളികളുടെയും ആവശ്യം. ഇയാൾ വണ്ടൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. +2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? അതല്ല +2 മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ SSLC +2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ +2 നേടിയെടുക്കാനുള്ള അവസരവും. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള PSC അംഗീകരിച്ച 2 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. കോൺടാക്ട് 8921 573 500 9446 549 027.